അതായത് കൃത്യമായിട്ട് ഈ RSSൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ സംഘടനകൾക്ക് ഇന്ത്യയിലെ ഇത്തരം സ്ഫോടനങ്ങൾ പങ്കുണ്ട് എന്നുള്ളത് പിന്നീടും, അതായത് കർക്കര കൊല്ലപ്പെട്ടതിന് ശേഷവും ഈ സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മതനിരപേക്ഷ പക്ഷത്തുള്ള പത്രങ്ങൾക്കും ചാനലുകൾക്കും എന്തുകൊണ്ട് സ്റ്റോറി ചെയ്തുകൂടാ? അപ്പോഴല്ലേ ഈ നരേറ്റീവ് മാറുക. ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴാണ് ഇത് ഭരണകൂടം തന്നെ കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഈ രാജപക്സെ സർക്കാരിന് കീഴിലെ IB മേധാവി സുരേഷ് സാലെ അല്ലേ, അയാളാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുമ്പോൾ അവരെന്നെ ആസൂത്രണം ചെയ്തുണ്ടാക്കി എന്നുള്ളത് പറയുന്നത് അത് ചില്ലറ വിഷയമല്ലല്ലോ. നമുക്ക് ഓർമ്മയുണ്ടാവും 2019 ഒരു ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്ക എന്ന രാജ്യത്ത് വെച്ചിട്ട് അവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയിൽ ഭീകരമായ രൂപത്തിൽ ബോംബുകൾ പൊട്ടിത്തെറിക്കുകയും 200-ൽ പരം ആളുകൾ, നിരപരാധികളായ ആളുകൾ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എല്ലാവരും പല ഇസ്ലാമിക് ഫോബിയായിട്ടുള്ള പല പ്രസ്താവനകളും മറ്റുമൊക്കെ മുന്നോട്ട് വെക്കുകയും കേരളത്തിലൊക്കെ ഓരോ ഞാഞ്ഞൂലുകൾ വരെ തലപൊക്കിയും കൊണ്ട് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയും വൃത്തികെട്ട രൂപത്തിൽ സമൂഹത്തെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഓർമ്മ ഉണ്ടാവും. യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 7 വർഷം കഴിയുമ്പോൾ അതിൻ്റെ സൂത്രധാരൻ ആ ഭരണസമിതിയുടെ തന്നെ ഭരണ ടീമിൻ്റെ തന്നെ രഹസ്യാന്വേഷണ മേധാവിയായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. അത്രയധികം കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും അത്ര വലിയ അപകടങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ചർച്ചകളും ബാക്കിയൊക്കെ നടന്നിട്ട് അതിൻ്റെ യഥാർത്ഥ സൂത്രധാരൻ ആരാന്ന് പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചുരുങ്ങിയൊരു വാർത്തയിൽ മാത്രം ഒതുങ്ങിയുകൊണ്ട് ഇതുവരെ പറഞ്ഞതൊന്നും ഒരു അവസ്ഥാനത്തായി പോയെന്നൊരു ചർച്ചയും ബാക്കി നടക്കാത്ത സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് ആ ഒരു 2019 ഈസ്റ്റർ ദിനവും അതിൻ്റെ ഉത്തരവാദികളെ പുതുതായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഹമീദ് മാഷ്ക്ക് എന്താണ് ചേർക്കാനുള്ളത്? നമ്മൾ ഈ ഭരണകൂടങ്ങളുടെ ചില പൊതു സ്വഭാവങ്ങളെ നമ്മൾ അറിയാതെ പോകുന്നതിൽ അർത്ഥമല്ല. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ചാണക്യൻ ഈ രാജാക്കന്മാർക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് ജനങ്ങളെ ഒതുക്കാനും അത് പേടിപ്പിക്കാനും അതുപോലെ തന്നെ അവരിൽ നിന്ന് കൂടുതൽ സമ്പത്ത് നികുതി തട്ടിയെടുക്കാനൊരു തന്ത്രം എന്ന് വെച്ചാൽ, അപ്പം അന്നൊക്കെ എന്താ വെച്ചാൽ ട്രേഡിന് വേണ്ടി എന്താണ് ആളുകൾക്ക് കാട്ടിലൂടെയും മല ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകണം. അത്തരം പോകുന്ന സ്ഥലങ്ങളിൽ രാജാവ് തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള വിഭാഗങ്ങളെ വെക്കുക. ഇന്നത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ ടെററിസ്റ്റുകളെ നിർത്തുക, എന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും കുറേ പേർക്ക് ജീവൻ നഷ്ടപ്പെടും, കുറേ പേരുടെ മറ്റേ വസ്തുവകളൊക്കെ പിടിച്ചെടുക്കപ്പെടും. അപ്പോൾ ഇവർ രാജാവിൻ്റെ അടുത്ത് വന്ന് പരാതി പറയും. അപ്പോൾ രാജാവ് അവർക്ക് സഹായം വാഗ്ദാനം ചെയ്യും, നമ്മളവിടെ പട്ടാളക്കാരെ ഡിപ്ലോയ് ചെയ്യാം, പകരം എന്ത് ചെയ്യണം, ഒരു ചുങ്കം അവർ കൊടുക്കണം. അപ്പോൾ അതിലൂടെ ഒരു അറ്റാക്കിലൂടെ നീണ്ട കാലത്തേക്ക് അല്ലെങ്കിൽ ദീർഘമായിട്ടുള്ള ഒരു നികുതി വരുമാനത്തിലേക്ക് എന്ത് ചെയ്യാം, രാജാവിന് അവസരം കിട്ടുന്നതാണ്. ഇത് ഇന്ന് പറഞ്ഞതല്ല, 2500 കൊല്ലം മുൻപ് പറഞ്ഞു വെച്ചാണ് ഇൻകം ജനറേഷൻ. അതെ. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളറിയാം, ഇപ്പം 9/11 അറ്റാക്ക്, അതിനെക്കുറിച്ച് ഇന്നും വർഷങ്ങൾക്ക് ശേഷവും ഒരുപാട് റെവലേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും വിറ്റ്നസ് ആയ ആളുകൾ വരെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പിന്നെ അടിയിൽ നിന്ന് ബോംബ് പൊട്ടി എന്നുള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തായാലും ഇന്നും എന്തില്ല, വളരെ കൃത്യമായി ഇത് അൽ-ഖ്വയ്ദ പോലെയുള്ള ഒരു സംഘത്തിന് നടത്താൻ കഴിയുന്നതായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ആർക്കും ഒരു ഉറപ്പും ഇല്ലാത്തതാണ്. ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ അഭിനവ് ഭാരതിയുടെ പ്രവർത്തനങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നതുവരെ ഹിന്ദുത്വ സംഘടനകൾക്കുണ്ടായിരുന്ന പങ്ക് ഇത് കൃത്യമായിട്ട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇവിടേക്ക് എന്ത് ചെയ്യും, സംശയങ്ങൾ മാത്രമാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. എന്തായാലും ഈ നമ്മൾ 2013 അതെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പിലെ ഒരു ഫോർമർ ഓഫീസറായിരുന്ന സതീഷ് വർമ്മ, അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഹൈന്ദവ സംഘടനകളുടെ ഈ പങ്കിനെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനം അദ്ദേഹം പിന്നീടും എന്ത് ചെയ്തു, എഴുതിയിരുന്നു. ഇത് തന്നെ അന്നത്തെ ഹോം മിനിസ്റ്റർ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി ഇതിനെ അംഗീകരിച്ചുകൊണ്ട് അഫിഡവിറ്റ് എന്ത് ചെയ്തു, കൊടുത്തു. ജാനുവരി 23 ഹോം സെക്രട്ടറി ആയിരുന്ന RK സിംഗ് RSS ബന്ധമുള്ള 10 പേരെ അറസ്റ്റ് ചെയ്തു എന്ത് ചെയ്തു പറഞ്ഞു. അന്നത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ അദ്ദേഹം ജയ്പൂരിലൊരു പൊതുയോഗത്തിൽ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞാൽ അതായത് കൃത്യമായിട്ട് ഈ RSSൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ സംഘടനകൾക്ക് ഇന്ത്യയിലെ ഇത്തരം സ്ഫോടനങ്ങൾ പങ്കുണ്ട് എന്നുള്ളത് പിന്നീടും, അതായത് കർക്കര കൊല്ലപ്പെട്ടതിന് ശേഷവും ഈ സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉണ്ടായ ഏറ്റവും അനുകൂലമായൊരു ഘടകം എന്താ വെച്ചാൽ അവിടുത്തെ ഭരണമാറ്റം കൃത്യമായിട്ടും ഇതിനെ അന്വേഷിക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്.
മാത്രമല്ല അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രതി എത്ര വലിയവനാണെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഇവിടെ കോൺഗ്രസ് പരാജയപ്പെട്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് അത്. RSSൻ്റെ, അതായത് ഇത്രയും ഭീകരമായ ഒരു നെറ്റ്വർക്കുള്ളൊരു സംഘടന ഇത്രയും ക്രൂരമായി ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് ബോധ്യമായിട്ടും അതിന് വേണ്ട രീതിയിൽ അന്വേഷണം നടത്തി പിടിക്കാൻ തയ്യാറായില്ല. അതുതന്നെയാണ് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഒടുവിൽ മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു ആക്സഷനിലേക്ക് വരുന്നത്. ഇനി ശ്രീലങ്കയിലേക്ക് പോയാൽ നോക്കുക. ശ്രീലങ്ക ഏറ്റവും വലിയ തമാശ നമുക്ക് വെച്ചാൽ അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ ഒരു 10% താഴെയാണ്. ഒരു 40 വർഷത്തെ അവിടുത്തെ ടെററിസ്റ്റ് ചരിത്രം നോക്കിയാൽ നമുക്ക് നോക്കിയാൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 10, 30, 35 തമിഴ് സംഘടനകളുണ്ട്. ഇനിയിപ്പോൾ ജനതാ വിമുക്തി പെരുമന എന്ന് പറയുന്ന സിംഹള ഗ്രൂപ്പ്, അവിടുത്തെ ഏറ്റവും വലിയ ടെററിസ്റ്റ് സംഘടന അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തിൽ തന്നെ ഉണ്ടായിരുന്നവരാണ്. അവിടെ എവിടെയും നമുക്ക് ഒരു മുസ്ലിം സംഘടനയും ഉണ്ടായിട്ടില്ല. 2016 ഇതുപോലൊരു സാധനം ഉണ്ട് എന്ന് പോലും ഒരു സൂചന ഉണ്ടാവുന്നത്. 19 ഈ സ്ഫോടനം ഉണ്ടാവുന്നത്. അപ്പോൾ 3 കൊല്ലം കൊണ്ട് അതീവ കരുത്താർജിച്ച് ഇവർ സ്ഫോടനം നടത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ചില ആശയങ്ങൾ അന്നത്തെ മീഡിയകളിലൊക്കെ പ്രചരിപ്പിച്ചപ്പോൾ തന്നെ അവിടുത്തെ മുസ്ലിം സംഘടനകളാണ് ആദ്യമായിട്ട് ഇത് വാൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ അൽ-ഖയ്ദയെക്കുറിച്ചൊക്കെ പറയുന്ന പോലെ തന്നെ, ISIനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ മുസ്ലിം സംഘടനകൾ ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ അതിനെ ഉടനെ നിരോധിക്കണം, അത് ഇസ്ലാമികമല്ല എന്ന് അവിടുത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അവർ സലഫികളടക്കമുള്ളൊരു പണ്ഡിതന്മാരായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും തന്നെ മുസ്ലിങ്ങളുമായിട്ടൊരു ബന്ധവുമില്ലാത്തൊരു സാധനമായിട്ട് പോലും ഈ സ്ഫോടനം നടന്നപ്പോൾ തമിഴ് ഈഴത്തിനെയോ അല്ലെങ്കിൽ തമിഴ് സംഘടനകളെയോ സിംഹള വിഭാഗത്തെയോ ഒന്നും ടാർഗറ്റ് ചെയ്യാതെ ഇവിടെ മുസ്ലിം വിഭാഗത്തിലേക്ക് തന്നെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അതൊരു ആഗോളമായി കിട്ടാവുന്നൊരു മൈലേജ്, ഇന്ത്യയിൽ നടക്കം കിട്ടാവുന്നൊരു സപ്പോർട്ട്, ഇതെല്ലാം ഇന്ത്യ വാൺ ചെയ്തു എന്ന് പറയുന്നുണ്ട് 2-3 തവണ. അതെങ്ങനെയാണ് നമുക്ക് അറിയില്ല. ഒന്നുകിൽ ഇന്ത്യക്ക് അത്രയും ശക്തമായിട്ടുള്ള ഈ നെറ്റ്വർക്കൊക്കെ, ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് അവിടെ ഉണ്ടായിരിക്കണം. എന്തായാലും ഇതൊരു ആദ്യത്തെ അവസാനത്തെ ഒരു സംഭവം ഒന്നാകാൻ ഇടയില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പുൽവാമ സംഭവം, അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സത്യപാൽ മല്ലിക് BJPയുടെ തന്നെ മുൻ ഗവർണർ, അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതോടെ അദ്ദേഹത്തിന് തൻ്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകേണ്ടി വന്നു. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൽഹിയിൽ ഏറ്റെടുത്തുണ്ടായ സ്ഫോടനം. ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കി നമുക്ക് മനസ്സിലാകാവുന്ന ഏറ്റവും എളുപ്പത്തിൽ ഇതിലെ ഫേക്ക് പിടികിട്ടുന്നതെന്ന് വെച്ചാൽ മണിക്കൂറുകൾക്കകം പ്രതികളെ തിരിച്ചറിയും. മണിക്കൂറുകൾക്കകം, ചിലപ്പോൾ 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ മതി. അത്ര എളുപ്പത്തിൽ പ്രതികളെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രതികളിങ്ങനെ നെഞ്ച് വിരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണെന്ന് നമ്മൾ കരുതണ്ടേ. ഇതിൻ്റെ പേരിൽ 15 ചെറുപ്പക്കാരെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു പറഞ്ഞാണ്ട് നേതാവടക്കം കൊല്ലപ്പെട്ടു പറഞ്ഞിട്ടുള്ള അന്ന് വന്നിരുന്നു. അതാണ്. അപ്പോൾ ഇവിടെ ഒരിക്കലും എന്താ വെച്ചാൽ ഈ വളരെ നിഗൂഢമായി, വളരെ രഹസ്യമായി, ആസൂത്രിതമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനമൊക്കെ. അതിനൊക്കെ ഇത്ര എളുപ്പത്തിൽ നമ്മളുടെ ഇൻ്റലിജൻസ് വിഭാഗം പിടിക്കുക എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കാണുന്നില്ല. പക്ഷേ അത് നേരത്തെ പിടിക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്ന് നമുക്ക് എന്ത് ചെയ്യും, തോന്നിപ്പോകുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന 2-3 കാര്യങ്ങൾ. ഒന്നെന്താ വെച്ചാൽ നമ്മൾ ഈ മാധ്യമങ്ങളെ, വാർത്തകളെയൊക്കെ രാഷ്ട്രീയമായി വായിക്കാൻ ജനങ്ങൾക്ക് കുറേ കൂടെ വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്നുള്ളതൊന്നുമല്ല, മറിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭരണകൂടങ്ങൾ അധികാരത്തിലെത്തുകയും ഭരണകൂടങ്ങൾ എല്ലാ ജനങ്ങൾക്കും ബാധ്യതയായി മാറുകയും ചെയ്യുന്നതാണ് ഇന്ന് ഇന്ത്യയിലടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ വായന എന്നുള്ളത് പഠിപ്പിക്കേണ്ടത്, പ്രതിപക്ഷം എന്നത് ശക്തമാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോഴും നമ്മുടെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചോളം എക്സ്പോസ് ചെയ്യേണ്ടതായുള്ള ധാരാളം കാര്യങ്ങൾ അവിടെ മയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ഭയപ്പെട്ടുകൊണ്ട് പിന്നെ മുങ്ങേണ്ട ആവശ്യമില്ല. അതിൽ പലപ്പോഴും എന്താ ചിലപ്പോൾ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അതിനപ്പുറമുള്ളത് എന്തായാലും നടക്കണം. മൂന്നെന്താ വെച്ചാൽ സത്യം പറയുന്ന മാധ്യമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളും ആദ്യം കാണാറുള്ളത് ഈ ചില യൂട്യൂബേഴ്സോ ചെറിയ വിസിൽ ബ്ലോവേഴ്സൊക്കെ ഉണ്ടാവും. അവർ മാത്രമേ പറയാം. അതൊരു കോൺസ്പിറസി തിയറി പോലെ പറയാനേ പറ്റുള്ളൂ. പക്ഷേ അതിനപ്പുറമുള്ളൊരു യാഥാർത്ഥ്യം പത്രങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാറുണ്ട്. പക്ഷെ തുറന്നു പറയാനെന്ന് ധൈര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള
ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരാനുള്ള ധൈര്യം കൂടെ ആർജിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഈ മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാണ് അത് മറ്റേ സെൻസേഷനുകളില്ല, കെട്ടുകഥകളില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ആൾ പുതിയ ചാനലിൽ വന്നുകൊണ്ട് പിന്നെ ആമുഖം പറയാം. ഏത് ഈ ചാനലിൻ്റെ പ്രത്യേകത അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരും കേൾക്കുവാൻ മനസ്സിലാവുമല്ലോ. മാധ്യമത്തിൻ്റെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് മാത്രം. യഥാർത്ഥത്തിൽ ഈ ശ്രീലങ്കയിൽ നടന്ന ആക്രമണവും ഈസ്റ്റർ ആക്രമണവും പിന്നീട് നമുക്ക് ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ എഴുതാം? അല്ല, അത് അമിത് മാഷിപ്പതിൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. എനിക്കതിൽ ആഡ് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ. അതായത് ഇതൊക്കെ വാർത്ത വരുന്ന സമയത്ത് ഇപ്പോൾ അന്ന് കേരളത്തിലും തന്നെ ഒരു ഇസ്ലാമോഫോബിയക്ക് വലിയ ആയുധമായിട്ട് ഈ ശ്രീലങ്കയിൽ 2019 നടന്ന ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം അന്ന് 300ഓളം ആൾക്കാരന്ന് മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അത് മുന്നിൽ വെച്ചുകൊണ്ട് അതൊരു മുസ്ലിം ടീം ചെയ്തതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവിടുത്തെ തമിഴ്നാട്ടിലെ ചില മുസ്ലിം സംഘടനകൾ അതിന് സംശയത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി അന്വേഷണത്തിലൊക്കെ വന്നിരുന്നു. അതൊക്കെ ചൂട് പിടിച്ചുകൊണ്ട് കേരളത്തിലോ ഈ ജാതികൾക്കൊക്കെ വേഗം മരുന്ന് വെക്കുക, അങ്ങനെ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അന്ന് ആരൊക്കെയാണോ ഇത് ഈ രീതിയിൽ പ്രചരിപ്പിച്ചത് അവർക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ, അവർക്ക് ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ആ പണിയെടുക്കൂലല്ലോ. പക്ഷെ ഉണ്ടെങ്കിൽ അവർ ഈ സമയത്ത് എന്ത് ചെയ്യണം, മാപ്പ് പറയേണ്ടതുണ്ട്. അവർ മാപ്പ് പറയണം, മിനിമം മാപ്പ് പറയണം. പിന്നെ പത്രങ്ങളും തന്നെ, മലയാള പത്രങ്ങളത്തെ കാര്യം തന്നെ ഞാൻ പറയുന്നത്, ഏത് കാര്യത്തിനും അവർ മുഖപ്രസംഗവും നൈതികതയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ടല്ലോ അല്ലേ. എന്നാൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടാവുമ്പോൾ അന്ന് എത്ര സ്ഥലത്തിന് കൊടുത്തോ, അന്ന് ഏതൊക്കെ പേജിൽ ഇത് വാർത്ത വന്നോ കൊടുത്തോ, അത്ര പേജിലും അത്ര വലിയ അക്ഷരത്തിലും തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിൻ്റെ ഈ യഥാർത്ഥ വസ്തുതയും അവരറിയിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അതിനോടൊരു നീതി പുലർത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയും. അത് പലപ്പോഴും ഉണ്ടാവാറില്ല. അതെവിടെയെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ പിന്നെ അത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തീവ്രവാദികളാക്കാൻ എന്തെങ്കിലും ഒരു സംഗതി കിട്ടുമെന്ന് കളമശ്ശേരി സ്ഫോടനം ആ സമയം രാവിലത്തെ 11 മണി വരെയുള്ള സമയം ഓർമ്മല്ലേ, എന്താ നടന്നതെന്ന് പോലും. അപ്പം എത്ര എയർ ടൈം ചാനലുകൾ അന്ന് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ, അത്ര എയർ ടൈമെങ്കിലും ഈ വിഷയം അപഗ്രഥിക്കാൻ എന്തൊക്കെ ഫീച്ചറുകൾ കൊണ്ടുവരാം. ഇപ്പം നേരത്തെ അമിത് മാഷ പറഞ്ഞ രൂപത്തിൽ മെക്ക മസ്ജിദ് മുതൽ പിന്നെ നമ്മുടെ സംഝോത എക്സ്പ്രസ്, മലേഗാവ്, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു സംഘടനകളുടെ പേര് പറഞ്ഞിരുന്നു. പിന്നെ അവസാനം കണ്ടെത്തിയത് ആരെയെന്ന് നമുക്കറിയാലോ. പിന്നെ അവരൊക്കെ എവിടെ എത്തിയെന്ന് നമുക്കറിയാലോ അല്ലേ. ഈ പ്രശ്നങ്ങൾ രണ്ടിനെ കൂട്ടി വെച്ചുകൊണ്ട് ഇവിടുത്തെ മതനിരപേക്ഷ പക്ഷത്തുള്ള പത്രങ്ങൾക്കും ചാനലുകൾക്കും എന്തുകൊണ്ട് സ്റ്റോറി ചെയ്തുകൂടാ? അപ്പോഴല്ലേ ഈ നരേറ്റീവ് മാറുക. ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴാണെന്ത് ഇത് യഥാർത്ഥത്തിൽ എന്തല്ല, ഈ പിന്നെ ഭരണകൂടം തന്നെ കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഈ രാജപക്സെ സർക്കാരിന് കീഴിലെ IB മേധാവി സുരേഷ് സാലെ അല്ലേ, അയാളാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ അവരെന്നെ ആസൂത്രണം ചെയ്തുണ്ടാക്കി എന്നുള്ളത് പറയുന്നത് അത് ചില്ലറ വിഷയമല്ലല്ലോ. അതിനനുസരിച്ച് ആ വാർത്ത കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, അപഗ്രഥിക്കപ്പെട്ടിട്ടില്ല. അതിൽ മാധ്യമങ്ങൾ കുറ്റക്കാരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.